വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഒറ്റമൂലിയല്ല, നിങ്ങളുടെ ജീവിത ശൈലിയെ മാറ്റങ്ങളെ കുറിച്ചാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡോക്ടർ വസുന്ധര. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ വേദന അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ ശരീരം മൊത്തം ഇറുകിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? എന്നാൽ ഇന്നത്തെ ചർച്ച അതിനെക്കുറിച്ചാകാം. എന്തുകൊണ്ടാണെന്നല്ലേ? നിങ്ങളുടെ ശരീരത്തിൽ തുരുമ്പിക്കുന്നതുകൊണ്ടാണ്. തുരുമ്പിക്കുമോ? അതെ, ശരീരം തുരുമ്പിക്കും. ഒരു കാറിന്റെ എഞ്ചിൻ തുരുമ്പിക്കുന്നത് പോലെ, ഉപയോഗിക്കാതെ കിടന്ന് തുരുമ്പിക്കുന്നത് പോലെ നമ്മളുടെ ശരീരവും തുരുമ്പിക്കും. ആ അവസ്ഥയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത്. ഈ നീർക്കെട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം സാധാരണയിൽ കാട്ടി ഇരട്ടിയായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ഈ അവസ്ഥയെ നമ്മൾ പറയുന്നു മെറ്റാഫ്ലമേഷൻ. ശരീരത്തിന് നീർക്കെട്ട് കുറയ്ക്കാനാണെങ്കിൽ ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതിന് ശരീരത്തിന് അതിൻ്റെതായ സമയം കൊടുക്കണം. ചിലപ്പോൾ അത് 3 മാസം, 6 മാസം, 1 വർഷം വരെ നടന്നെന്ന് വരാം. അതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പട്ടിണി കിടക്കുകയും പിന്നെ നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാവിധ ഒറ്റമൂലികളും നമ്മൾ നോക്കി, പക്ഷെ ഒരു രക്ഷയും ഇല്ലാതെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കും ഈ വീഡിയോ. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഉടനെ തന്നെ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ചുവടെടുത്ത് വെക്കാൻ പാടില്ല. വളരെ സാവധാനത്തിൽ ശരീരത്തിന് അതിൻ്റെതായ സമയം കൊടുത്തുകൊണ്ട് വേണം ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ശരീരത്തിന്റെ താപനില കുറയ്ക്കണം. കാരണം ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന്റെ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. പുറമേ നമുക്ക് പനിക്കുന്ന പോലെ ചൂടായിരിക്കില്ല അനുഭവപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഉള്ളിലുള്ള കോർ ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. അപ്പൊ ഈ കോർ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ കുളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും പച്ചവെള്ളത്തിലല്ല കുളിക്കുന്നത്, വെള്ളം ചൂടാക്കി കുളിക്കും. കാരണം എന്താണ്? രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മളുടെ കുളി സാധാരണ പൈപ്പിൽ വരുന്ന അതേ ടെമ്പറേച്ചർ, നമ്മൾ തന്നെ ടാപ്പ് വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ നോർമൽ റൂം വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയും, ആ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ തന്നെ കുളിക്കുക. അപ്പോൾ എന്ത് പറ്റും? വെള്ളം തണുപ്പാണ് അല്ലെ? ഈ തണുത്ത വെള്ളം നമ്മളുടെ ശരീരത്തിലോട്ട് വീഴുമ്പോൾ നമ്മളുടെ ശരീരം ആ തണുപ്പിനെതിരെ പ്രതികരിക്കുന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ വ്യതിയാനം കാരണം നമ്മളുടെ കുറച്ചെങ്കിലും എനർജി അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്നും ഈ എനർജി യൂസപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ചായയോ കാപ്പിയോ അല്ല, നമ്മളുടെ അടുക്കളയിലെ മഞ്ഞൾ. ഈ മഞ്ഞളിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ അറിഞ്ഞ വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പക്ഷെ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ചിലവരെന്ത് ചെയ്യും? പാലിന്റെ കൂടെ മഞ്ഞൾ കലക്കും, പച്ചവെള്ളത്തിന്റെ കൂടെ കലക്കും, ചൂടുവെള്ളത്തിന്റെ കൂടെ കലക്കും, ചിലപ്പോൾ ഹണി ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട്. മഞ്ഞളിന്റെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഗുണം നമ്മളെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. നമുക്ക് വരുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, മഞ്ഞൾ നമ്മൾ എല്ലാ കറികളും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്, കറികളിൽ ഇടുന്നുണ്ട്, അങ്ങനെ കൂട്ടാലും നമുക്ക് ഉപയോഗപ്രദമാകുമോ? ഇല്ല. അത് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതാണ് ചേരുന്നവന്റെ കൂടെ ചേരാവൂ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ മഞ്ഞളിന് ചേരുന്ന ഒരു ആളുണ്ട്, അതാണ് നമ്മളുടെ കുരുമുളക്. സോ മഞ്ഞളും കുരുമുളകും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ നമ്മളെ ബോഡിയിൽ ബയോ അവൈലബിൾ ആകും, നമ്മളെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക, കുരുമുളക് ഒരു 3-4 കുരുമുളക് നന്നായിട്ട് ചതച്ച്, ലേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, നല്ല തിളപ്പിച്ചാറിയ വെള്ളം മിക്സ് ചെയ്യുക, ചെറിയ വാമാക്കി നമ്മൾ കുടിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. മെറ്റബോളിസം കൂട്ടി അത് ശരീരത്തിൽ നിന്ന് ലയിച്ച് കളയാനായിട്ട് സഹായിക്കും. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ താപനില നമ്മൾ കുറയ്ക്കുകയും അതിന് സഹായിയായിട്ട് നമ്മളുടെ ഏറ്റവും ഗോൾഡൻ ടീ എന്ന് പറയുന്ന നമ്മളെ ടെർമറിക് ടീ നമ്മൾ കുടിക്കുകയും ചെയ്യും. ഇനി നമ്മളെ ശരീരത്തിന്റെ നീർക്കെട്ട് കുറയ്ക്കണം. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. ഈ omega-3യും omega-6ഉം വളരെ സുപരിചിതമായ വാക്കുകളാണ് അല്ലെ? പക്ഷെ ഇവയൊക്കെ എന്താണെന്ന് അറിയാമോ? omega-3 എന്ന് പറയുന്നത് നല്ലൊരു ഫാറ്റി ആസിഡ് ആണ്. നമ്മളുടെ ശരീരത്തിന്റെ എനർജി കൺസ്യൂമിങ്ങിന് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും കാണുന്ന മത്തി, സാൽമൺ, വാൽനട്ട്സ് അങ്ങനെയുള്ള സീഡുകളിൽ കാണുന്നതാണ് ഈ omega-3 എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്. എന്നാൽ നമ്മൾ എല്ലാവരും കഴിക്കുന്നത് omega-6
അധികം ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ്. അത് വേറെ ഒന്നുമല്ല, പ്രോസസ്ഡ് ആയിട്ടുള്ള പഴകിയതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഒമേഗ 6 റിച്ച് ഫുഡ് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മൈദ ഒഴിവാക്കുക. അതിനു പകരം ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മീന് കഴിക്കാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? ഒരു പിടി വാൽനട്ട്സ്. മറ്റു നട്ടുകൾ നല്ലതല്ലേന്ന് ചോദിച്ചാൽ നല്ലതാണ്, പക്ഷെ വാൽനട്ടിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുണ്ട്. ഇനി ശരീരത്തിന് നീർക്കെട്ട് കുറച്ചു. അടുത്ത എന്താണ്? ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം പുറന്തള്ളണം. അതിന് ഹൈലി ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. റോ ആയിട്ടുള്ള സാലഡ് ഫോമിൽ കഴിക്കുമ്പോൾ ഫൈബർ റിച്ച് ആണ്, നമ്മളെ ശരീരത്തിൽ നിന്നും നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളാൻ അത് സഹായിക്കുന്നു. ഈ ഫൈബ്രസ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ്സ് അല്ലാതെ നമുക്ക് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, ഈവനിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ. വൈകുന്നേരം കുടിക്കുന്ന ചായയോ കാപ്പിയോ മാറ്റി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ടീ നിങ്ങൾ കുടിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടാർത്ഥമായിട്ടുള്ള ഗ്രീൻ ടീ കിട്ടുക, വെള്ളം നല്ല തിളപ്പിക്കുക, അതിലേക്ക് ഈ ഗ്രീൻ ടീ ഇടുക. ഒരിക്കലും ഗ്രീൻ ടീ ഇട്ട് വെള്ളം തിളപ്പിക്കാൻ പാടില്ല. ഈ ഗ്രീൻ ടീയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത് ചെയ്യാം? ബെറീസ് കഴിക്കാം. സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെയുള്ള ബെറീസ് നമുക്ക് കഴിക്കാം. ഇവയെല്ലാം വൈകുന്നേരം കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഇവ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ നീർക്കെട്ട് 75% കുറയ്ക്കാനായിട്ട് സാധിക്കും. ശരീരത്തിന്റെ നീർക്കെട്ട് കുറഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ സാവധാനത്തിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതായത് വ്യായാമ മുറകൾ ചെയ്യാം, അനുയോജ്യമായ വ്യായാമ മുറകൾ ചെയ്യുക. പക്ഷെ മറക്കരുത്, യോഗയും പ്രാണായാമയും റെഗുലർ ആയിട്ട് ചെയ്യുക. നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമയാകാം. നന്ദി, നമസ്കാരം.